നമസ്കാരം, ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയ വീഡിയോയിൽ ഉപയോഗിച്ച ഗ്രോ ബാഗും അതിലെ മണ്ണും വീണ്ടും റീകണ്ടീഷൻ ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ്. അതിനു മുൻപായി ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമല്ലോ. കൂട്ടത്തിൽ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ചാനലിൻ്റെ വാട്സപ്പ് ലിങ്ക് ലഭ്യമാണ്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ച് പരിഹാരം കാണാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചില വീഡിയോകളുടെ താഴെ വന്ന് ചില കാഴ്ചക്കാർ ചോദിച്ച ചോദ്യമാണ്, നമ്മൾ ഒരു തവണ കൃഷി ചെയ്ത ഗ്രോ ബാഗിൽ വീണ്ടും എന്ത് കൃഷിയാണ് ചെയ്യേണ്ടത് എന്ന്. അതേപോലെ മറ്റ് ചിലർ ചോദിച്ച ചോദ്യമാണ്, കൃഷി ചെയ്ത മണ്ണ് മുഴുവനായി മാറ്റണോ എന്ന്. അതിന് മറുപടി പറയുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ കൃഷിയിൽ തുടക്കക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വേണ്ടിയാണ്. പലപ്പോഴും കൃഷിയെപ്പറ്റി മുൻധാരണ ഇല്ലാതെ എന്നാൽ കൃഷി ചെയ്യണം എന്നുള്ളിലെ ആഗ്രഹം കൊണ്ട് കടന്നു വരുന്ന സാധാരണക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒന്നാണ്. ഞങ്ങൾ വീഡിയോയുടെ ആവശ്യത്തിനായി പല വീട്ടിലും പോകുമ്പോൾ അവിടെ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് ഉപയോഗിച്ച ഗ്രോ ബാഗുകൾ കൃഷി കഴിഞ്ഞ് കൂട്ടി ഏതെങ്കിലും മൂലയ്ക്ക് ഇട്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ അല്പം സമയം അതിൽ ചിലവഴിച്ചാൽ അതിൽ തന്നെ വീണ്ടും കൃഷി ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പഴയ ഗ്രോ ബാഗിലെ മേൽമണ്ണ് കുറെ എടുത്ത് മാറ്റുക ആണ്. അതിനുശേഷം താഴെത്തട്ടിലെ മണ്ണ് നന്നായി ഒരു കരണ്ടി വെച്ച് ഇളക്കുക. എന്നിട്ട് ഒരു നുള്ളു കുമ്മായം കൂടി ചേർത്ത് ഇളക്കുക. ശേഷം ആദ്യം മാറ്റിയ മേൽത്തട്ടിലെ മണ്ണെടുത്ത് അതിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഒരു നുള്ളു കുമ്മായം, കുറച്ച് ചാരം കൂടി ചേർത്തിട്ട് ഇളക്കുക. മിശ്രിതം പഴയ ഗ്രോ ബാഗിൽ കുമ്മായം ചേർത്തിളക്കിയ പഴയ മണ്ണിന് മുകളിലേക്കായി ഇടുക. അതിനുശേഷം നന്നായി നനയ്ക്കുക. ഇങ്ങനെ ദിവസവും നനച്ച് 10 ദിവസമെങ്കിലും ഗ്രോ ബാഗ് വെക്കുക. നമ്മൾ ആദ്യം മിക്സ് ചെയ്തപ്പോൾ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതുകൂടി ഇട്ടിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകവും ചാരവും മിക്സ് ചെയ്യുന്ന സമയമോ അല്ലെങ്കിൽ ഇങ്ങനെയും ഇടാം. നിങ്ങൾക്ക് ഇതാണോ എളുപ്പം, അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നനവിനൊപ്പം മുൻകാലം നമ്മൾ കൃഷി ചെയ്തു വളക്കൂർ നഷ്ടപ്പെട്ട താഴത്തെ ലെയർ മണ്ണും പോഷക സമ്പൂർണ്ണമാകും. നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ആ നനവിനൊപ്പം മുകളിലെ ചാണകത്തിൻ്റെയും വേപ്പിൻ പിണ്ണാക്കിൻ്റെയും അംശം താഴത്തെ മണ്ണിലും എത്തും. നമ്മൾ ഇട്ട കുമ്മായം മണ്ണിലെ അസിഡിറ്റി ബാലൻസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ പഴയ ഗ്രോ ബാഗിൽ ഒരിക്കലും ഇതിനു മുൻപ് കൃഷി ചെയ്ത അതേ ഇനം തന്നെ വീണ്ടും കൃഷി ചെയ്യരുത്. ഉദാഹരണത്തിന്, നമ്മൾ പയർ കൃഷി ചെയ്ത ബാഗിൽ വീണ്ടും പയർ നടരുത്. പകരം വെണ്ടയോ വഴുതനയോ നടാം. ഞങ്ങളുടെ തോട്ടത്തിൽ മിക്ക ഗ്രോ ബാഗുകളും ഞങ്ങൾ 2ാമത്തെയോ 3ാമത്തെയോ കൃഷിയാണ് നടത്തുന്നത്. പൂർണ്ണമായും മണ്ണ് മാറ്റാതെ മേൽമണ്ണ് മാത്രം മാറ്റി റീകണ്ടീഷൻ ചെയ്ത് ഉപയോഗിക്കുകയാണ് പതിവ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സമയം, മണ്ണ്, ഗ്രോ ബാഗിൻ്റെ പൈസ എല്ലാം ലാഭിക്കാം. കൂട്ടത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുമല്ലോ.